നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനുള്ള ഒരു മെസ്സേജ് എന്താണ്, ഇപ്പം നിങ്ങൾ അറിയേണ്ടത് എന്താണ്. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദ ഹിയറിംഗ് ഓഫ് ആൻഡ് റിവേഴ്സ്ഡ്. ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഡേ ഡ്രീം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ദിവാസ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണോ എന്തുവാണേലും നിങ്ങൾ അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ നെഗറ്റിവിറ്റിയാണ് ചിന്തിക്കുന്നത്. ലൈക്ക് എന്താ പറയുക, ഹോപ്പില്ല നിങ്ങൾക്ക്. ഇത് ശരിയാവില്ല അല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ യൂണിവേഴ്സ് തരുന്നത് ഇപ്പം നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഹോപ്പ് കൈവിടരുത്, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഒരു എപ്പോഴാണോ ഏറ്റവും ഒരു കാര്യത്തിന് പേടി തോന്നുന്നത് അപ്പം അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അത് ലൈഫിൽ ഭയങ്കര നിങ്ങളുടെ ആ പേടിയും മാറും, നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളില്ല. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് പല കാര്യങ്ങൾക്കും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആകും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ചുറ്റിനും കുറച്ച് ഗോസിപ്പുകൾ പടരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഓഫീസിലായാലും കോളേജിലായാലും എന്തൊക്കെയോ ഗോസിപ്പുകൾ പോകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയുകയും ചെയ്യും. എന്തായാലും അറിഞ്ഞാലും നിങ്ങളുടെ ഡയറക്ഷനിലേക്ക്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഗോൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, 7 ഓഫ് കപ്സ്. അപ്പം വീണ്ടും അങ്ങനെ കാണുന്നത് നിങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി. പക്ഷെ നിങ്ങളുടെ ചുറ്റിനുള്ളവർ അല്ലെങ്കിൽ എല്ലാവരും ഒന്നും അറിയുന്നില്ല. പക്ഷെ ഈ ഗോസിപ്പ് അടിക്കുന്നവർ പറയുന്നത് എന്ത് ചെയ്തിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തിനാ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അവർ അവിടെയൊക്കെ ഗോസിപ്പ് ചെയ്ത് നടക്കും. ഇതെന്തായാലും പാസ്സാവൊന്നും പോകുന്നില്ല, പിന്നെ വെറുതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജേർണിയിൽ, ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ജേർണിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സാം പാസ്സാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ എന്തുവാണെങ്കിലും നിങ്ങളുടെ ചുറ്റിനുള്ളവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും അവർ വിചാരിക്കുന്നത്. ഇല്ല, ഈവൻ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. മേ ബി, ഓക്കെ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലത് ഫാമിലി സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. എന്തുവായാലും എന്താ എന്താ ഇത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കറക്റ്റ് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഡിസയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം അവരത് ഉൾക്കൊള്ളുന്നില്ല. അത്രേ ഉള്ളൂ. അതാണ് ഈ ഗോസ് പഠിച്ച് നടക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കറേജിങ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ എന്നെ ഇത് മതിയാക്കാം എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് തോന്നും. ഓക്കെ, ഇത് വേണ്ടാന്ന് വെക്കാന്നൊക്കെ തോന്നും. പക്ഷെ അത് ശരിയല്ലാതെ വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് തന്നെ. നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുമ്പോൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് വേണ്ട ഒറ്റൊരാൾ നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടോ ഏറ്റവും ഒരു മനസ്സിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഡിസ്കറേജ് ചെയ്താൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമ്മൾക്ക്. നെക്സ്റ്റ് കാർഡ്, ദ വേൾഡ് റിവേഴ്സ്ഡ്. ഈ വേൾഡ് തന്നെ അത് തന്നെയാണ് നല്ല കറക്റ്റ് കാർഡാണ് ഇപ്പൊ വന്നത്. മീൻസ് എന്താ, നിങ്ങളുടെ ചുറ്റിനുള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ അഡ്വൈസ് തരുന്നുണ്ട്. ഓക്കെ, ഈ അഡ്വൈസ് തരുന്നവർക്ക് ശരിക്കും ഒരു യോഗ്യതയും കാണില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കുന്നു, ഒരു ഗേറ്റ് എന്തെങ്കിലും, ഇവർ ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ട് പോലും ഉണ്ടാവില്ല. പോട്ടെ, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും, അതിന് സക്സസ്ഫുൾ ആയിട്ടും ഉണ്ടാകത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഒന്നെങ്കിൽ അഡ്വൈസ് അല്ലെങ്കിൽ ഗോസിപ്പ് ചെയ്യുന്നത്, ഒരു തരത്തിലും അവർക്ക് എന്താ അതിനോടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെ ഇങ്ങനെ ഒരു ഡിസ്കറേജ് ചെയ്യാൻ വരുന്നത്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ചിലവര് നിങ്ങളുടെ നല്ലതിന് വെച്ചാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു തരത്തിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ചിലർ പറയുന്നത് ഇത്രയും സേഫ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകും, അല്ലാതെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കാതെ എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില ആൾക്കാർ നമ്മൾ ഒരുപാട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ എക്സാം ഇപ്പോൾ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഒക്കെ ചിലപ്പോൾ അവർ തുടങ്ങി കാണും. പക്ഷെ അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി സക്സസ്ഫുൾ ആവാതെ പോയി കാണും. പക്ഷെ ഇവരെ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുമ്പോൾ ഇവരുടെ കഥയിലെ കുറച്ച് ഭാഗമായി പറയത്തുള്ളൂ. ഞാൻ ഇതുപോലെ തുടങ്ങി ഇങ്ങനെ മൊത്തത്തിൽ അൺസക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അവരുടെ ഹോൾ സ്റ്റോറി പറയില്ല. മേ ബി അവരുടെ തെറ്റ് കാരണമായിരിക്കും അത് പറ്റിയത്, അല്ലെങ്കിൽ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും പറ്റിയത്, അല്ലെങ്കിൽ അവർ
ചിലപ്പോൾ കുറച്ച് ലേസി ആയി കാണും. ഇപ്പോൾ എക്സാം ഒക്കെ ആണെങ്കിൽ കുറച്ച് ഉഴപ്പി പഠിച്ചു കാണും. ഓക്കെ, അവരെന്തായാലും ഒരു ഫുൾ സ്റ്റോറി പറയില്ല. ഒരാളുടെ കാര്യം നമ്മൾ അവരുടെ ഒരു എന്താ പറയുക, അവരത് സക്സസ്ഫുൾ ആയില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് അഡ്വൈസ് ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവരെന്തുകൊണ്ടായില്ല. ഓക്കെ, അവരൊരു ഫുൾ സ്റ്റോറി പറഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ മിക്കവാറും ആൾക്കാർ ഫുൾ സ്റ്റോറി പറയില്ല. എന്തായാലും നിങ്ങൾ അവരുടെ ഫുൾ സ്റ്റോറി കേൾക്കാനും മറ്റുള്ളവരുടെ കഥ കേൾക്കാനും നിൽക്കാതെ നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അത് ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവാതെ പോകുക. ഓക്കെ, റിസ്ക് എടുക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പം മറ്റുള്ളവർക്ക് പറയാൻ കഥകളുണ്ടാവും, അവർക്കത് ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ഏത് കാര്യത്തിനായാലും, ഓക്കെ, റൊമാൻറ്റിക് ലൈഫിലോ ഓഫീസ് ലൈഫിലോ കരിയർ എന്തുവാണെങ്കിലും ഉള്ളതാണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് റെസൊണേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് കാർഡ്. ഓക്കെ, 4 of Wands. സി വീണ്ടും നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ ഒരുപാട് എംഫസൈസ് ചെയ്തിട്ടാണ് ഈ കാർഡ് വരുന്നത്. വീണ്ടും യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ചുറ്റിനുള്ള ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ ചിലപ്പോൾ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ പോട്ടെ ഇപ്പം ലൈഫ് പാർട്ണർ ആയി കാണത്തില്ല, ലവർ ആണെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുവാണെങ്കിൽ, ഓക്കെ, അവർ പതിവായിട്ട് ഇതുപോലെ ഇത് വേണ്ട എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനെ വിട്ടിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കണക്ട് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, ബിക്കോസ് നാളെ അവരുടെ ഡ്രീംസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് പോകുമ്പോഴും നിങ്ങൾ അപ്പോഴും മനസ്സിൽ ഓർക്കും, ഞാൻ അന്ന് ഇവരുടെ കൂടെ നിന്ന് പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള അച്ചീവ് ചെയ്തു, എനിക്കത് പറ്റിയില്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാകും. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ആയാലും ഫാമിലി ആയാലും എന്തോ ലവേഴ്സ് ആയാലും നിങ്ങളുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഓക്കെ ഇത് കോംപ്രമൈസ് ചെയ്താലേ ഇവർക്ക് ഇഷ്ടമാവത്തുള്ളൂ എന്നൊക്കെ ആ ഒരു രീതിയിൽ നിൽക്കല്ലേ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തുവാ ചുമ്മാ കുറച്ച് എക്സ്ക്യൂസുകൾ എടുക്കാതെ. ഓക്കെ, എനിക്ക് കാണുന്നതുകൊണ്ട് ചിലവർ ചുമ്മാതെ എക്സ്ക്യൂസ് പറഞ്ഞ് നടക്കുന്നത്, അവർ കാരണമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ കാരണം ഞാൻ അവിടെ ആ കോളേജിൽ പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അച്ഛൻ കാരണമാണ് എനിക്ക് ഈ ഒരു ഫീൽഡിൽ പോകാൻ പറ്റാത്ത. ഇതൊക്കെ വെറും എക്സ്ക്യൂസ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിശ്വസിച്ച് നിങ്ങൾ ബിലീവ് ചെയ്യുക. ഓക്കെ, അത് ചിലപ്പം മേ ബി നിങ്ങൾ സക്സസ്ഫുൾ ആവാതിരിക്കും, പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് സക്സസ്ഫുൾ ആവുന്ന ഞാനൊരു ഒരു ലെസൺ ആയിട്ട് പറയുവാണ്, ഒരു അഡ്വൈസ് ആയിട്ട് പറയുവാണ്. അതല്ല ഇപ്പം നോക്കേണ്ടത്. നിങ്ങൾ സക്സസ്ഫുൾ ആവുമോ അല്ലയോ ഒന്നുമല്ല ഇപ്പം നോക്കേണ്ടത്. ഇപ്പം നോക്കേണ്ട ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ്, 9 of Cups reversed. ഇവിടെ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സിന് പറയാനുള്ളത്, നമുക്ക് മറ്റുള്ളവർക്ക് ഗോഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സിനേക്കാൾ പവറൊന്നുമില്ല. അവർക്ക് നമ്മളെ അഡ്വൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അവർക്ക് ഈ ഒരു ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനെക്കാട്ടുള്ള പവറൊന്നുമില്ല. നമ്മളൊരു കാര്യം ഡിസയർ ചെയ്താൽ നമ്മൾ അതിന് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവമാണ് നമുക്ക് തരുന്നത്, യൂണിവേഴ്സ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചുമ്മാതെ ഒരു കാരണം ഉണ്ടാക്കിയില്ലേക്കോ അവർ കാരണം എനിക്ക് പോകാത്ത വന്നത് എന്നെന്നും പറഞ്ഞിട്ട് അതൊക്കെ വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് നിന്ന് പഠിക്കുക. ഓക്കെ, നേരത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്സ് നിന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഒരു ഇപ്പം എക്സാം ആണ് എന്താണ് പറഞ്ഞ പോലെ ഗേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം ആണെങ്കിൽ അതിന് ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് ശരിയായില്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ച മാർക്ക് കിട്ടിയില്ല, റാങ്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മേ ബി ഫെയിലായി കാണും. പക്ഷെ നിങ്ങൾ അതിൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് പറ്റി നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുക. ഓക്കെ, എനിക്ക് പിന്നെ കാണുന്നത് നിങ്ങൾ ഇപ്പം ഈ ഒരു ടൈമിൽ, ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ കട തുടങ്ങാനോ എന്നൊക്കെ മേ ബി ആ ഒരു സ്റ്റേജിലായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് പേര് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ കാണും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് എല്ലാവർക്കും എന്ത് കാര്യം തുടങ്ങാൻ അല്ലെങ്കിൽ എന്ത് ഗോൾ, ഇത് ബിസിനസ് മാത്രമല്ല എന്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു ടൈം പീരീഡ് കാണുമ്പോൾ ആൾക്കാരുടെ അഡ്വൈസും അതും ഇതുമൊക്കെ. പക്ഷെ ഈ ഒരു ടൈം കടന്നുപോയ, ഓക്കെ, ഈ ഒരു കുറച്ചൊരു സ്റ്റെപ്പ് 1 മുമ്പോട്ട് എടുത്താൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ 4 of Cups വീണ്ടും അത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മേ ബി സ്റ്റെപ്പ് 1 ആയിരിക്കും,
ഓക്കെ. അപ്പം എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് 1 നിൽക്കുമായിരിക്കും. ചിലപ്പം ഈ വ്യക്തികൾ ഇവിടെ വെച്ചായിരിക്കും, നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ വെച്ചായിരിക്കും ഫെയിൽ ആയത്, അല്ലെങ്കിൽ ഇവിടെ വെച്ചായിരിക്കും സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ വേണ്ട വേണ്ട എന്ന് പറയുന്നത്. അത് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൊണ്ടുതരും. ഓക്കെ. പിന്നെ എനിക്കിവിടെ കാണുന്നത്, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ഒന്ന് മാറി നിന്നൊന്ന് ഐസൊലേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റായ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇവരുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ അടുത്തിരുന്നാൽ മൊത്തം നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച്. അപ്പം നിങ്ങൾക്ക് അവരുടെ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐസൊലേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് കാർഡ്, 6 ഓഫ് പെൻഡിക്കിൾസ്. യൂണിവേഴ്സ് തരാനുള്ളൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ആഗ്രഹമുണ്ട് ഈ കുറച്ച് വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യണമെന്ന്. കട്ട് ഔട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഉള്ള ഫ്രണ്ട്സ്, മരണം വരെ, അല്ലെങ്കിൽ മരണം വരെ എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഡ്രീംസ് അച്ചീവ് കഴിഞ്ഞും അവരുണ്ടാവണമെന്ന് ഒരിക്കലും വാശി പിടിക്കേണ്ട. വാശി പിടിക്കുമത്തല്ല, ചിലവർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പോലെ അറിയാം, ചിലവർക്ക് ഭയങ്കര ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി, മേ ബി ഒരു കോളേജ് ലെവലിൽ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ ഒരുപാട് കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ 4-5 വർഷം പഠിക്കുന്നതാണ്. അപ്പോൾ 4-5 വർഷം കൊണ്ട് ഒരുപാട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പം നിങ്ങൾ ആ കോളേജ് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരേ കോഴ്സ് ആയിരിക്കും പഠിച്ചത്, പക്ഷെ നിങ്ങൾ വേറെ വഴിയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഒരാൾക്ക് ചിലപ്പം ഫോറിനിൽ പോകാനായിരിക്കും ഇഷ്ടം, നിങ്ങൾക്ക് ഫോറിനില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങാനായിരിക്കും ഇഷ്ടം. ഓക്കെ. പക്ഷെ അവര് ചിലപ്പോൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഈ ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനും ശരിയാവത്തില്ലെന്നൊന്നും. പക്ഷെ അതല്ല കാര്യം. ഓക്കെ. അപ്പോഴും നിങ്ങൾ ആ കോളേജ് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു നടന്നേ പറ്റൂ എന്ന് ചിലവർക്കുണ്ട്. ഞാൻ വെറുതെ അല്ല പറയുന്നത്, എനിക്ക് ഒരു ക്ലയൻസ് വരുന്നതിൽ കുറച്ച് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണിത്. ഓക്കെ. അത് അങ്ങനത്തെ ഒരു ചിന്ത തന്നെ മാറ്റുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കൂടെ നിൽക്കുന്നവർ കൂടെ ഉണ്ടാവട്ടെ. അല്ലാതെ മറ്റുള്ളവരെ വലിച്ചുകൊണ്ട് അവരുടെ ഒരു ബേർഡൻ ആക്കി നിങ്ങൾ തോളത്തും തൂക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിപ്പം കോളേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടും. ലൈഫ് ഇസ് നോട്ട് എൻ എൻഡ്. ഓക്കെ. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയത്. ഫ്രണ്ട്ഷിപ്പും ലവേഴ്സും ഒക്കെ അവരുടെ ഒരു മെസ്സേജ് കാണുമ്പോഴേ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇതാ, അവരുടെ ഒരു വിചാരം തന്നെ പിന്നെ ഒരു ലൈഫ് ഇല്ലാന്നാ. അങ്ങനെയല്ല. അടുത്ത് നിങ്ങളിപ്പോൾ ബിസിനസ് തുടങ്ങാനായാലും ഫോറിൻ കൺട്രിയിൽ പോകാനായാലും അവിടെയും പിന്നെയും ഫ്രണ്ട്സ് കിട്ടുമോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് തോന്നുക ഒരുപാട് പേര് നമ്മളുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ തയ്യാറാണ്, സെയിം ഇൻട്രസ്റ്റിലുള്ളവർ. ഓക്കെ. സോ ഇവരെ തന്നെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഇല്ല ലൈഫിൽ. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകാതെ ഞാൻ ഇങ്ങനെ പോവാണ്, എനിക്കിതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങൾ പോവുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളാണ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. ഓക്കെ. നിങ്ങൾ ഈ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിൽ നിങ്ങൾ കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കും. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ കറക്റ്റാണ്. നിങ്ങളിപ്പോൾ മേ ബി ഒരു കോളേജിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ നിന്ന് ആൾക്കാരായിരിക്കും അല്ലേ. ഓക്കെ. ഇപ്പം ഫ്രണ്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ മേ ബി ഒരു റിലേഷനിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തനിച്ച് ഒരു സമയം പോലും ഉണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അടുത്തൊരു സ്റ്റേജിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ഓക്കെ. ഈ ഒരു സ്റ്റേജിൽ ഒറ്റപ്പെട്ടു പോകും മേ ബി. ഓക്കെ. പക്ഷെ ബി ദാറ്റ്, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുക. ഓക്കെ. സോ ദ നെക്സ്റ്റ് കാർഡ്, ദ എംപ്രസ്. ഇപ്പം ഞാൻ ഇത് തന്നെയാണ് കാണുന്നത്, നിങ്ങളൊരു എംപ്രസ് ആയിട്ട് പുറത്തോട്ട് വരുന്നു. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ അഡ്വൈസും ഇതെല്ലാം കേൾക്കാൻ നിന്നാൽ നിങ്ങളുടെ പ്രോഗ്രസ് സ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രോഗ്രസ് തന്നെ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ. ഓക്കെ. സോ എനിക്ക് പറയാനുള്ളത്, ആ രീതിയിൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. സോ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് പറയാനുള്ളത് മൊത്തം കാർഡ്സിലും നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ ഫീൽ ചെയ്യില്ല, നിങ്ങളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്ത് എന്തിനും ഏതിനും. ഓക്കെ. അവർ ചോദിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ
ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലും കാണും. പക്ഷെ നിങ്ങളത് പറയത്തില്ല, അപ്പം തന്നെ ചെയ്തും കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ എല്ലാവരെയും പ്ലേസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യുക. ഇവിടെ എല്ലാം ഒരു ഐസൊലേഷനെ എംഫസൈസ് ചെയ്ത് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവരെയും കൂടി ഇരിക്കുമ്പോൾ ഈ തോട്ട്സ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ഒരേ ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ തന്നെ ആയിരിക്കാം. ലൈഫ് പാർട്ട്ണർ ഒരാളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പാടില്ലെന്നില്ല. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ചെയ്യില്ല. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾ ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലോട്ട് പോവില്ല. സോ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക, നിങ്ങൾ മുൻപോട്ട് പോകുക, നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകും എന്നാണ് കാണുന്നത്. നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ.